ആലുവയിൽ നടു റോഡിൽ ലഹരിയിൽ ഒരു യുവാവിന്റെ പരാക്രമം. UC കോളേജിന് സമീപം കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു ഈ സംഭവം നടന്നത്. പോലീസ് ജീപ്പിന്റെ ചില്ലുകൾ അടിച്ചു തകർത്തു. തൃശൂർ സ്വദേശി അസ്ലമിനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. ആദ്യം നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് നോക്കാം. അതുകൊണ്ടാണ് ഈ ലോകം ഇങ്ങനെയായിട്ടുള്ളത്. അതുകൊണ്ടാണ് അവള് വന്നിട്ടുള്ളത്. ഇനി അവള് പറയും അതെല്ലാം കേട്ടോ. പാവങ്ങള് നീതി കിട്ടാണ്ട് കിടന്നു സാറേ. ഞാൻ പോയിരുന്നു സാറേ ഇന്നലെ സ്റ്റേഷനില്. ആ പെണ്ണിന്റെ പെണ്ണ് എന്ത് ഇനി ഇത്തരം. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. വിഷ്ണു, എന്താണ് വിവരം? അവസാനം തറ വീണല്ലേ? കഴിഞ്ഞ ദിവസമാണ് സംഭവം ഉണ്ടായത്. രാത്രിയോടുകൂടി അസ്ലമിനൊപ്പം ഒരു പെൺസുഹൃത്തും ഉണ്ടായിരുന്നു. അവര് ഈ UC കോളേജിന്റെ റോഡിലേക്ക് എത്തി. അസ്ലം ഈ നടു റോഡിൽ കുത്തിയിരുന്ന് മറ്റു വാഹനങ്ങൾ തടഞ്ഞു നിർത്തുകയായിരുന്നു. അങ്ങനെ ഇത് കണ്ട് നാട്ടുകാരാണ് പോലീസിനെ വിവരം അറിയിക്കുന്നത്. ആലുവ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ അങ്ങോട്ടേക്ക് എത്തി. ഒരു പോലീസുകാരൻ അസ്ലമിനോട് അവിടെ നിന്ന് മാറാൻ ആവശ്യപ്പെട്ടപ്പോൾ ആ പോലീസുകാരൻ ആദ്യം അസ്ലം ആക്രമിച്ചു. പിന്നീട് പോലീസ് ജീപ്പിന് നേരെ ആക്രമണം ഉണ്ടായി. തുടർന്നാണ് ഇയാളെ അതിശ്രമകരമായി പോലീസ് കീഴ്പ്പെടുത്തിയത്. അസ്ലം തൃശൂർ സ്വദേശിയാണ്. പക്ഷേ ഇവിടെ ഈ ആലുവ പ്രദേശത്ത് ജിമ്മുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ആളാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇയാളെ സ്റ്റേഷനിൽ എത്തിച്ചിട്ടും ഇയാളുടെ ലഹരിയുടെ കെട്ട് മാറിയിരുന്നില്ല. ഇപ്പോൾ ഇയാളെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ബോധം വന്ന ശേഷം എന്താണ് സംഭവിച്ചതെന്ന് അസ്ലമിനോട് ചോദിക്കാം എന്ന നിലയിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇയാളെ കൂടെ ഉണ്ടായിരുന്ന ആ പെൺസുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. അവർക്കെതിരെ കേസെടുത്തിട്ടില്ല. അസ്ലമിനെ മാത്രമാണ് കസ്റ്റഡിയിൽ എടുത്തത്. എന്തുകൊണ്ടാണ് റോഡിൽ കുത്തിയിരുന്നത്, എവിടെ നിന്നാണ് ലഹരി കിട്ടിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായ അന്വേഷണം ഉണ്ടാവും. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. SK. ഓക്കെ, താങ്ക് യു വിഷ്ണു സുരേഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.